ആത്മാവിന്നും സ്തുതിയുയരട്ടെ. എന്നാൽ എന്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിമന്യ ജോസഫ് പെരുത്തോട്ടം പിതാവിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ നിങ്ങളെല്ലാവരോടും ചേർന്ന് ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുചേരുന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അസുലഭമായ ഒരു സന്ദർഭമാണല്ലോ ഇത്. എനിക്കും നിങ്ങൾ നമ്മെല്ലാവരും ഒരർത്ഥത്തിൽ സന്തോഷത്തിൻ്റെതായ വികാരങ്ങളോടുകൂടി ചിന്തകളോടുകൂടി കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതോട് ചേർന്ന് ദുഃഖത്തിൻ്റെതായ അനുഭവങ്ങളും നമുക്കുണ്ട്. ഈ വിശുദ്ധ കുർബാനയിൽ അഭിമന്യ പിതാവ് തന്നെ സുവിശേഷ പ്രഘോഷണം നടത്തുമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. എന്നാൽ പിതാവിനോട് പറഞ്ഞു, ഈ പ്രഭാഷണം ഞാൻ നടത്തുക പിന്നീടുള്ള സമ്മേളനത്തിൽ പിതാവ് സംസാരിച്ചു കൊള്ളാമെന്ന്. അതിനാൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള സമ്മേളനത്തിലും നിങ്ങളെല്ലാവരും സംബന്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വാഴ്ത്തപ്പെട്ട അൽഫോൻസാമയെ വിശുദ്ധ പദവിയിലേക്ക് ഒക്ടോബർ 12-ാം തീയതി അഭിമന്യ പിതാവ് ഉയർത്തി. സഭയുടെ സാർവത്രികമായ വണക്കത്തിന് സിറോ മലബാർ സഭയിലെ ഒരു വിശുദ്ധ ആദ്യമായി പ്രതിഷ്ഠിക്കപ്പെട്ടു. ഭാരതത്തിൽ നമുക്ക് നമ്മുടെ സഭാ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള നാമകരണം ചെയ്യപ്പെട്ട മറ്റു വിശുദ്ധരുണ്ട്. നാമകരണം ചെയ്യപ്പെടാത്തവർ അനേകരുണ്ടാകുമെന്ന് നമുക്കറിയാം. നമ്മുടെ സഭയുടെ പിതാവായ മാർ തോമാസ് ലീഹ ഒന്നാമതായി നമ്മുടെ വിശുദ്ധനാണ്. പിന്നീട് അപ്പസ്തോലനായിട്ട് വന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും നമുക്ക് വിലപ്പെട്ട വിശുദ്ധനാണ്. ജോസഫ് വാസ് എന്ന് പറയുന്ന ഗോവാക്കാരനായ ഒരു സന്യാസി